ഇല്ല. പിന്നെ റവന്യൂ സ്റ്റാമ്പിന്റെ കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് വരുന്നില്ല. പിന്നെ HMC അംഗീകരിച്ചിട്ടില്ല, വെൽഫെയർ ഫണ്ട് അടച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓഡിറ്റ് സെക്ഷനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇതാണ്, അപ്പോ ടെൻഡർ നടത്തേണ്ട സംഭവം കൊട്ടേഷൻ കൂടിയാണ് നടത്തിയത്. പിന്നെ എഗ്രിമെന്റ് ഇല്ല, കൊട്ടേഷൻ്റെ ആ ഫോർമാറ്റ് ശരിയല്ല, പ്രചരണം നൽകിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളും ഈ ഒരു MOയ്ക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനുകളൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കൊട്ടേഷനോ ടെൻഡറോ വിളിക്കാതെയാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പിന്നെ ഈ പർച്ചേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 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 ബില്ലുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു MOയ്ക്ക് വന്നിട്ടുള്ള ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ നോക്കുക. അതായത് ഒരു മെഡിക്കൽ ക്യാമ്പ് ഒരു സാംസ്കാരിക നിലയത്തിൽ നടത്തി. അപ്പോൾ അവിടത്തേക്ക് കസേര, മേശ എന്നിവ വാടകയ്ക്ക് എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഓഡിറ്റേഴ്സിന് തോന്നാവുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഒരു സാംസ്കാരിക നിലയത്തിൽ ഇത് നടത്തുമ്പോൾ വീണ്ടും അവിടെ വേണ്ടത്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ അനുകൂലിക്കുന്നില്ല. എന്നിരുന്നു കഴിഞ്ഞാലും ഇവർ എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്, സാംസ്കാരിക നിലയത്തിൽ കസേര ഇല്ല എന്നുള്ള സാക്ഷ്യപത്രം ചിലപ്പോൾ അവിടുത്തെ സെക്രട്ടറി ആയിരിക്കും നൽകേണ്ടത്. അപ്പൊ ഇങ്ങനെ ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അന്നത്തെ ആ ഒരു സാംസ്കാരിക നിലയത്തിലെ സെക്രട്ടറിയെ വിളിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക, ഈ ഒരു ഇത് വെക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെയൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി വെക്കുന്നത് കുറച്ച് കഷ്ടമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നു കഴിഞ്ഞാലും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പിറകെ പോകേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം നോക്കുക, നമ്മൾ ചില മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കലുണ്ട്. പക്ഷേ എങ്കിൽ ശരിയായ രീതി എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ട്രെയിനിങ്ങിന് ചോറ് കൊടുക്കുക, ലഞ്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ യോഗത്തിന് ലഞ്ച് കൊടുത്തത് ശരിയായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ. മറ്റൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ നമ്മുടെ സാംസ്കാരിക നിലയത്തിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ ഒരു പിന്നെ ക്ലാസ് നടത്തി. അപ്പൊ അവിടേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കസേര വാടകയ്ക്ക് എടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൂളിൽ നടത്തിയ പരിപാടിക്ക് കസേര വാടകയ്ക്ക് എടുത്തു എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളെ ഫുഡ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ പങ്കെടുത്തവരുടെ അറ്റൻഡൻസ് വെക്കുക എന്നുള്ളത് മസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണക്ക് കൂട്ടുന്ന ആൾക്കാരും ഓഡിറ്റേഴ്സിന്റെ ഇടയിലുണ്ട് എന്നുള്ളത് നോക്കുക. 43 പേർക്കുള്ള ചായ നമ്മൾ ഓർഡർ ചെയ്തു. നമ്മുടെ നിർഭാഗ്യവശാൽ 38 പേരെ അറ്റൻഡ് ചെയ്തുള്ളൂ. എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 38 പേർക്കുള്ള പൈസ മാത്രമേ നമുക്ക് പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. 100 രൂപ തിരിച്ചടക്കണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് NAC വാങ്ങിക്കാതെ അല്ലെങ്കിൽ NACയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചതിന്റെയാണ് ഈ കാണുന്ന താഴത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും NAC വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ അവസാനം ബില്ല് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, NACക്കകത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ സ്റ്റോക്ക് ബുക്ക് നമ്മളെപ്പോഴും സ്റ്റോക്ക് എൻറ്റേർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ പേജ് നമ്പർ എന്നൊക്കെ എഴുതും. പക്ഷെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അവിടെ ആ എൻട്രി വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു 405 രൂപയുടെ സ്റ്റോക്ക് എൻട്രി നടത്തി, പക്ഷെ അവസാനം അവർ സ്റ്റോക്ക് ഓഡിറ്റേഴ്സ് എടുത്ത് നോക്കി, ആ ബുക്കിനകത്ത് അങ്ങനെ ഒരു എൻട്രിയേ ഇല്ല. അപ്പൊ ആ പൈസ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ രീതിയിലൊക്കെ പ്രശ്നം വരും. ഈ ഒരു ഇനി കാണിക്കുന്ന കുറച്ച് സ്ലൈഡ്സ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ഥാപനത്തിൽ അവിടെ മണ്ണ് ഇടുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അപ്പൊ ആ മണ്ണ് ഇടുന്ന ഒരു പ്രവൃത്തി നടപ്പിലാക്കിയതിനു ശേഷം വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ ഓരോന്നായിട്ട് പറയുകയാണ്. ആകെ വർക്ക് എന്നുള്ളത് 1,45,800 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം 1 ലാഖിന്റെ അബവ് ആണ്. 1 ലാഖിന്റെ അബവ് ആണ് ടെൻഡർ ആണ് വേണ്ടത്. പക്ഷെ ഒന്നാമത്തെ കാര്യം, അത് 5 വ്യത്യസ്ത വൗച്ചറുകളായിട്ട് ടെൻഡർ അല്ലാതെ കൊട്ടേഷൻ നടത്തി. അപ്പൊ ഒന്ന് അവിടെ തന്നെ പോയി. രണ്ടാമത്തേത്, അതിനകത്ത് ആ മണ്ണ് നിറയ്ക്കുന്നതിന് പിന്നെ മണ്ണ് നിറച്ച് ഒരു വെയിറ്റിംഗ് ഷെഡ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ 96,000 രൂപ എന്നുള്ളത് ഷെഡ് നിർമ്മിച്ചതിനായി, 32,000 എന്നുള്ളത് മണ്ണിറക്കിയതിനായി, ആകെ ഇതിനായിട്ട് ഒരു തുക ചെലവഴിച്ചതായിട്ട് തന്നിട്ടുള്ളത്, എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ 1,28,000 ആണ്. പക്ഷെ അതിനുശേഷം മൊത്തത്തിൽ അതിനേക്കാളും തുക ചെലവായി. അപ്പോൾ ആ ഒരു തുക മെഡിക്കൽ ഓഫീസറുടെ ഒരു ഒബ്ജക്ഷൻ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് തരുമ്പോൾ അതിനകത്ത് അവർ ഇത്ര രൂപയുടെ എമൗണ്ട്, ബാക്കി ഇത്ര GST എന്ന് കാണിക്കും. അപ്പോൾ ആ GST അങ്ങനെ എസ്റ്റിമേറ്റിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ എസ്റ്റിമേറ്റിന്റെ പ്രകാരമുള്ള ഒരു GST ബില്ല് തന്നെ നമ്മൾ വാങ്ങിക്കണം. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മളെ ഒരു ഇതായിട്ട് വരും. പിന്നെ ഈ ഒരു വെൽഫെയർ ഫണ്ടിന്റെയും
ഇൻകം ടാക്സിന്റെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. പിന്നെ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ശരി, എന്നാൽ ടെൻഡർ വിളിച്ചിട്ടില്ല, കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ കൊട്ടേഷനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഒരു കൊട്ടേഷൻ അങ്ങ് വിളിച്ചു. ഇതും അതിന്റെ ബാക്കി തന്നെയാണ്. ആ കൊട്ടേഷൻ കിട്ടി, പക്ഷെ അതിനകത്ത് തീയതിയോ സമയമോ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് എപ്പോഴാണ് വിളിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനൊരു പ്രവൃത്തി ആ ആശുപത്രിക്കാര് തീരുമാനിച്ചും ചെയ്തു, പക്ഷെ HMC ഇത് അറിഞ്ഞിട്ടുമില്ല, അംഗീകാരം ലഭിച്ചിട്ടുമില്ല. പിന്നെ നേരത്തെ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ടേ ഇല്ല. പിന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ 40,500 രൂപയുടെ ചെലവഴിച്ചിട്ട് 101 ലോഡ് മണ്ണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് ഇറക്കുന്ന സമയത്ത് ഇങ്ങനൊരു സാധനം വെക്കണം എന്നാണ് അവർ പറയുന്നത്, റണ്ണിങ് സ്റ്റോക്ക് രജിസ്റ്റർ. ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ഒരു മണ്ണ് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ആരും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം തപ്പിപ്പിടിച്ചിട്ട് വെക്കുക, റണ്ണിങ് സ്റ്റോക്ക് രജിസ്റ്റർ, മൊബൈൽ സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പൊ അതായത് ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു താഴ്ന്നൊരു പ്രദേശമായിരുന്നു, അവിടെ മണ്ണിറക്കി നിരപ്പാക്കി ഇവിടെ ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു കുഴി, അതും ഒരു ഷെഡ് ഉണ്ടാക്കിയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു മണ്ണിറക്കുന്ന കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എത്രയായത്, 9ാമത്തെയോ? ഓക്കെ, 9ാമത്തെ എങ്ങാണ്ട് സംഭവമാണ്. ഒരേ ഒരു കാര്യത്തിന് ആ MOക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓഡിറ്റ് സെക്ഷൻ ആണ്. അപ്പോൾ NHMന്റെ അടുത്തുനിന്ന് പിന്നെ എസ്റ്റിമേറ്റ് വാങ്ങിക്കണം എന്നറിയാം. പക്ഷെങ്കിൽ എന്നിട്ട് അവസാനം സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറയും. NHM ചിലപ്പോൾ അത് നമ്മളുടെ ഒരു പരിചയത്തിന്റെ പുറത്ത് നമ്മൾ എഴുതി തരും. പക്ഷെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഇത്രയും അപാകങ്ങൾ നടന്നിട്ടും അതൊന്നും നോക്കാതെയാണ് ഈ സാക്ഷ്യപത്രം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓഡിറ്റ് പാർട്ടി അനുമാനിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി കൊടുക്കണം എന്നുള്ളത്. അപ്പോ ഇത് മൊത്തത്തിൽ ഈ ഒരു MOക്ക് ഒരു ഓഡിറ്റ് ലയബിലിറ്റി ആയിട്ട് 1,45,800 ഒരു ഇത് വന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് എങ്ങനെ എഴുതി മാറ്റി എന്നുള്ളത് അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോക്കൽ പർച്ചേസ് കമ്മിറ്റി വേണം എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ലോക്കൽ പർച്ചേസ് കമ്മിറ്റി ഒരു സർട്ടിഫിക്കറ്റ് ആ ഒരു മിനിറ്റ്സിന് താഴെ എഴുതണം. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫൈഡ് ദാറ്റ് വി ഡാഷ് മെമ്പേഴ്സ് ഓഫ് പർച്ചേസ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം, അത് നമ്മുടെ ആ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ GOയ്ക്കകത്തുള്ളതാണ്. അപ്പോൾ ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടിയാൽ മാത്രം പോരാ, അവര് ഈ സംഭവം വാങ്ങിക്കാം എന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ട് അതിന്റെ മിനിറ്റ്സിനകത്ത് എഴുതി വെക്കുകയും വേണം. പിന്നെ ഒരു സംഭവമുണ്ട്, നമ്മൾ എപ്പോഴും 15,000 രൂപയ്ക്കുള്ള താഴെയുള്ള വാങ്ങലുകൾ നമ്മൾ എപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അതായത് അങ്ങനെ 15,000 രൂപയ്ക്ക് താഴെയാണ് വാങ്ങലെങ്കിൽ MOയ്ക്ക് തന്നെ അത് ചെയ്യാം. പക്ഷേ അവിടെ ഒരു സാധനം വേണം, അതായത് I ഇന്നയാള് Dr. Sachin, I am personally satisfied that these stores purchased are of the requisite quality and specification and have been purchased from a reliable supplier at a reasonable price. അതായത് ഞാൻ മാർക്കറ്റിലൊക്കെ ഒന്ന് അന്വേഷിച്ചു, 15,000 താഴെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ 1,000 രൂപയുടെ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാമല്ലോ. അപ്പോൾ ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഗവൺമെന്റ് പരിശോധിക്കാനാണ് ഓഡിറ്റ് വിട്ടിട്ടുള്ളത്. അപ്പോ അതായത് ഈ പർച്ചേസ് അധികാരിയായി ഞാൻ ഒന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചു, എന്നിട്ട് ആ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഒരു റീസണബിൾ പ്രൈസിനകത്ത് എനിക്ക് കിട്ടിയത് ഇന്നതാണ് എന്ന് നമ്മൾ എപ്പോഴും 15,000 താഴെയുള്ള ഒരു ബില്ലാണ് പാസ്സാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൂടി എഴുതി വെക്കണം. ഇത്രയും സെന്റൻസ് എഴുതി വെക്കാനുള്ളതുകൊണ്ട് നമ്മുടെ ഒരു MO ഒരു സീൽ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സീൽ അവിടെ അടിച്ചിട്ട് താഴെ സൈൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പൊതു നിർദ്ദേശങ്ങളാണ് ഒരു ഓഡിറ്റേഴ്സ് എഴുതി കൊടുത്തത്. വൗച്ചർ നമ്പർ രേഖപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ വൗച്ചർ നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ ക്യാഷ് ബുക്കിനകത്തും കൊണ്ടുവരേണ്ടത്. പിന്നെ വാങ്ങലുകൾക്ക് അതിന്റെ ആ ഒരു റിക്വസ്റ്റ് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഈ പിന്നെ സാക്ഷ്യപത്രം വേണം, നേരത്തെ പറഞ്ഞത്. പിന്നെ ട്രിപ്പ് ഷീറ്റ് ആണെങ്കിൽ ട്രിപ്പ് ഷീറ്റ് വേണം. പിന്നെ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഈ കൂലി നൽകുന്നത്, അതായത് കിണർ വൃത്തിയാക്കൽ, കാട് വെട്ടുതെളിക്കൽ, പൊതുസ്ഥല ശുചീകരിക്കൽ, ഇവയൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയാണ്, ഏത് റേറ്റിലാണ് നമ്മൾ കൂലി കൊടുക്കുക? അപ്പൊ അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അതായത് തഹസിൽദാരിൽ നിന്നും അവരുടെ കൂലി നിരക്ക് എഴുതി വാങ്ങിക്കണം, അത് പ്രകാരം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ദിവസക്കൂലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു മസ്റ്റർ റോളും കൂടെ നമ്മൾ വെക്കണം. ആ മസ്റ്റർ റോളിന്റെ ഫോർമാറ്റ് നമ്മുടെ KGMയുടെ സൈറ്റിനകത്തുണ്ട്. പിന്നെ റെസിപ്റ്റ് ബുക്ക്, ഇത് HMCന്റെ അതിനകത്ത് വരുന്നതാണ്. ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് ബുക്ക് സ്റ്റോക്ക് എടുക്കേണ്ടത് HMC ആണ് എന്നുള്ളതാണ്. പിന്നെ വാഹനം, ഞാൻ ഈ ക്ലാസ് പ്രധാനമായിട്ടും PSC MOസിനെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം വലിയ മെഡിക്കൽ ഓഫീസ് സൂപ്രണ്ടന്മാർക്കൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവും, അവർക്ക് അത്രയും ഉണ്ടാകില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വാഹനം പലപ്പോഴും PSCയിൽ കുറവാണ്, എന്നാലും നിർഭാഗ്യവശാൽ ചില MOമാരെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ട്. ഇത് പൾസ് പോളിയോന്റെ ഒരു വാഹനത്തിന്റെ കാര്യമാണ്, സ്വന്തം വാഹനത്തിന്റെ അല്ല. അപ്പോ ആ ഒരു വാഹനത്തിന് ഇന്ധന നിറച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഒബ്ജക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്
നമുക്ക് അങ്ങനത്തെ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൾസ് പോളിയോക്കാണ് നമുക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും വാഹനമില്ലാത്ത സ്ഥാപനങ്ങൾക്കടക്കം വാഹനം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവരുടെ ലോഗ് ബുക്കിന്റെ ഒരു കോപ്പിയും കൂടെ നമ്മൾ വാങ്ങിച്ചു വെക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ സ്വന്തം അതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ സ്വന്തം വാഹനമുള്ള ആൾക്കാരുടെ ആണെങ്കിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഈ ഡീസൽ നിറയ്ക്കുമ്പോൾ എത്രയാണ് നിറച്ചത് എന്നൊക്കെയുള്ള നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിന്റെ ലിറ്ററിന്റെ പൈസ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ ഇത്രയും രൂപയൊക്കെ നമ്മൾ ചിലപ്പോൾ തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ മെഡിസിൻ കൊണ്ടുവരുന്നതിനായിട്ട് വാഹനം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതിന്റെ ആ ഒരു വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന ട്രിപ്പ് ഷീറ്റിനകത്ത് തന്നെ ഇന്ന ഇഷ്യൂ നോട്ട് പ്രകാരമുള്ളതാണ് എന്നുള്ളത് ഫാർമസിസ്റ്റ് തന്നെ ഒന്ന് എഴുതിയിട്ടുള്ളതൊന്ന് തരണം. പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ കാര്യം. വാഹനത്തിന്റെ അധികം നമ്മൾ എടുത്തിട്ടില്ല. LSC പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രകാരം ഒരു ക്ലാസ് തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല LSC പ്രൊജക്റ്റിനകത്ത് ചോദിക്കുന്നത്. അതിനകത്ത് LSC പ്രൊജക്ട് മാനുവൽ എന്നുള്ളൊരു മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് അതാണ് നമ്മളെ സ്റ്റോർ പർച്ചേസ് LSC പ്രൊക്യൂർമെന്റ് മാനുവൽ ഉണ്ട്. നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂൾസിന് പകരം അവർ ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15,000-ന് മുകളിലുള്ള കാര്യങ്ങൾക്ക് ആണ് നമ്മൾ കൊട്ടേഷൻ വിളിക്കേണ്ടത് എങ്കിൽ LSC പ്രൊക്യൂർമെന്റ് മാനുവൽ പറയുന്നത് 5,000-ന് മുകളിലുള്ള എല്ലാ പർച്ചേസുകളും കൊട്ടേഷൻ വഴിയാണ് എന്നുള്ളതാണ്. അത് തന്നെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവയൊക്കെ അനുസരിച്ച് മാറ്റവുമുണ്ട്. പിന്നെ പ്രൊജക്ട് മാർഗരേഖയിൽ ഉണ്ടോ, സബ്സിഡി മാർഗരേഖയിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത്. അപ്പൊ ഇതൊന്നും ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നിൽക്കില്ല. അപ്പൊ നേരത്തെ ഇതിന്റെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പ്രൊജക്ട് മാർഗരേഖ എന്തായാലും വായിക്കണം. അത് വായിക്കാതെ ആരും തന്നെ LSC പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. നിലവിൽ പ്രചാരത്തിലുള്ളത് ഈ 2022 ഇറങ്ങിയിട്ടുള്ള പഞ്ചായത്തുകൾക്കുള്ള ഈ മാർഗരേഖയും മുനിസിപ്പാലിറ്റികൾക്കാണെങ്കിൽ അതേ വർഷം തന്നെ ഇറങ്ങിയിട്ടുള്ള ഈ മാർഗരേഖയും, അതുകൂടാതെ തന്നെ സബ്സിഡി മാർഗരേഖ എന്നുള്ളത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പൊതുവായിട്ട് പാലിക്കേണ്ട ഒന്നാണ്. അതും 2022 ഇറങ്ങിയിട്ടുള്ളതാണ്, നിലവിൽ പ്രചാരത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ KGMIയുടെ സൈറ്റിനകത്ത് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ പലപ്പോഴും പല സ്ഥലത്തു നിന്ന് വന്നത് ശേഖരിച്ചിട്ട് നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത്രയും കൊണ്ട് തീരുന്നില്ല. നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് ഇത്രയാണ്. ഒന്ന്, ഏത് സിവിൽ പ്രവൃത്തി ആണെങ്കിലും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സെസ് അടക്കാനുണ്ട്. അത് നേരത്തെ പറഞ്ഞു. അത് അടക്കാത്തതിന് കുറച്ച് പേർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത്. അപ്പൊ തന്നെ 30,000 രൂപയ്ക്കുള്ള വർക്ക് ആണ് എങ്കിൽ 2% TDS അടക്കാനുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എപ്പോഴെങ്കിലൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് കെട്ടിടം പൊളിച്ചു നീക്കുക, മരം മുറിച്ച് നീക്കുക. പിന്നെ ലീവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. PG SRഷിപ്പ്. അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു 6 കാര്യങ്ങളും കൂടി ഒരു കുറച്ച് സ്ലൈഡിലും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന്, ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സെസ്സും അതിന്റെ TDSുമാണ്. നമ്മൾ ഒരു ചെറിയ ഒരു പ്രവൃത്തി, അത് കഴിഞ്ഞ ദിവസം ഞാനത് ഈ പറഞ്ഞ ലേബർ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചതാണ്. അവര് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഒരു ജനലിന്റെ ഒരു കർട്ടൻ ഫിറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിന് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ സെസ് അടക്കണം. അത് വീടുകൾക്കാണെങ്കിൽ അവർ വേറെ ഒരു റേറ്റ് കാണിച്ചു തന്നു. അവര് പക്ഷേ ഗവൺമെന്റ് സ്ഥാപനത്തിനാണെങ്കിൽ 10 ലക്ഷത്തിൽ താഴെയുള്ളതാണെങ്കിൽ 1% അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പുതിയ കെട്ടിടം എടുക്കുമ്പോൾ അതിന് ആ കോൺട്രാക്ടറോ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയേഴ്സും കാര്യങ്ങളും നോക്കിക്കോളും. പക്ഷെ നമ്മൾക്കൊരു NHM അൺപെയ്ഡ് ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് HMC ചെറിയ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ നമ്മളെ